കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് MDMA-യുമായി പിടിയിലായ 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വാർത്തയാണല്ലോ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ പ്രധാന വിവാദ വിഷയം. അതിലൊരാൾ മുഖ്യമന്ത്രി VD സതീശനുമായി ഏറെ അടുപ്പത്തിലുള്ള ആളായതിനാൽ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. സംഭവം എന്തായാലും പ്രതിപക്ഷം ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനിടെയാണ് മറ്റൊരാരോപണം കൂടി സർക്കാരിനെതിരെ പുകഞ്ഞു തുടങ്ങുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ നിന്നും സർക്കാരിനും VD സതീശനുമെതിരെയുള്ള വാർത്തകൾ മെറ്റയെ കൊണ്ട് നീക്കം ചെയ്യിക്കുന്നു എന്ന ആരോപണം ഇന്നലെ തന്നെ ചില കോണുകളിൽ നിന്നും ഉയർന്നിരുന്നെങ്കിലും ഇപ്പോൾ അത് വലിയ രീതിയിൽ പ്രതിപക്ഷ നേതാക്കൾ ഏറ്റെടുത്തിരിക്കുകയാണ്. കേന്ദ്രത്തിനും സംഘപരിവാറിലും എതിരെയുള്ള വാർത്തകളെല്ലാം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും നിർബന്ധപൂർവം ഒഴിവാക്കിപ്പിക്കുന്നുവെന്ന ആരോപണം ഏറെക്കാലമായി കേന്ദ്ര സർക്കാരിനും BJPക്കും എതിരെയുള്ളതാണ്. ഇതിൽ കേന്ദ്രത്തെ വലിയ രീതിയിൽ വിമർശിക്കുന്ന കോൺഗ്രസ് തന്നെ അത്തരത്തിൽ ചെയ്യുന്നു എന്നതാണ് ഉയരുന്ന ഏറ്റവും വലിയ ആരോപണം. മുഖ്യമന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയും സംബന്ധിച്ച വാർത്താ കാർഡുകളും പോസ്റ്റുകളും വീഡിയോകളും ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ ഇന്ത്യയിലെ ഫേസ്ബുക്ക് ഉപയോക്താക്കളിൽ നിന്ന് വ്യാപകമായി അപ്രത്യക്ഷമാകുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ചില മലയാള മാധ്യമങ്ങളിലെ ഉള്ളടക്കങ്ങൾക്ക് ഒരേ രീതിയിലുള്ള നിയന്ത്രണം നേരിടുന്നതോടെ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിനെതിരെ വിമർശനം ശക്തമാവുകയാണ്. യുവർ ഫോട്ടോ ഈസ് അൺഅവൈലബിൾ ഇൻ ഇന്ത്യ എന്ന സന്ദേശമാണ് നിയന്ത്രിക്കപ്പെട്ട നിരവധി പോസ്റ്റുകൾ തുറക്കുമ്പോൾ ഫേസ്ബുക്ക് നൽകുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പരാമർശത്തെക്കുറിച്ചുള്ള വാർത്ത പോലും നീക്കം ചെയ്തു എന്നത് അത്ര നിസ്സാരമായി കാണാനാകില്ല. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരണമെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട വാർത്താ കാർഡും വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ മകൾ ജിജിയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വീഡിയോയും നീക്കം ചെയ്തവയിൽ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം ഡൽഹി ജന്തർ മന്ദിറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്ത RSS വക്താവ് TG മോഹൻദാസിന്റെ പ്രസംഗങ്ങൾക്കെതിരെ സമാന നടപടി ഉണ്ടായിട്ടില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്ത TG മോഹൻദാസിന്റെ വിഷം തുപ്പുന്ന പ്രസംഗങ്ങൾ ഇപ്പോഴും നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടില്ല. VD സതീശന് തിരുവനന്തപുരത്ത് മാത്രമല്ല ഡൽഹിയിലും വലിയ സ്വാധീനമുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നടപടികളെന്നാണ് AA റഹീം MP പരിഹസിക്കുന്നത്. ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന സിനിമയിലെ ഒരു രംഗവും അദ്ദേഹം ഇതിനൊപ്പം ചേർത്ത് വയ്ക്കുന്നുണ്ട്. എനിക്ക് തിരുവനന്തപുരത്ത് മാത്രമല്ലടാ അങ്ങ് ഡൽഹിയിലുമുണ്ടടാ വേണ്ടപ്പെട്ടവരെന്ന ക്യാപ്ഷനോട് കൂടിയാണ് അദ്ദേഹം വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളതെന്ന് പറയുന്നത് മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ്. വിമർശിക്കുന്നവർ വേണ്ട എന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കുള്ളതെന്നും നിലപാട് തിരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മാധ്യമ സ്വാതന്ത്ര്യവും ഇല്ലാതാക്കുന്നു. ഭീരുത്വം കാരണമാണ് പോസ്റ്റുകൾ ഇല്ലാതാക്കുന്നതെന്നും മുഖ്യമന്ത്രി വിമർശനങ്ങളെ അസഹിഷ്ണുതയോടെ കാണുന്നുവെന്നും റിയാസ് പറഞ്ഞു. മോദിയുടെ അതേ രീതി VD സതീശനും സ്വീകരിക്കുന്നു എന്ന ആക്ഷേപത്തോട് കോൺഗ്രസ് എങ്ങനെ പ്രതികരിക്കുമെന്നത് ശ്രദ്ധേയമാണ്. തൂഫാൻ വിഷയത്തിനും സർക്കാരിന് 2 നിലപാടാണോ എന്ന ചോദ്യം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമെന്ന് ഉറപ്പാണ്. സതീശൻ സാറിന്റെ പിള്ളേരെ രമേശൻ സാറിന്റെ പോലീസ് പൊക്കിയെന്നാണ് കഴിഞ്ഞ ദിവസം DYFI നേതാവ് VK സനോജ് പരിഹസിച്ചത്. ഒരു വശത്ത് തൂഫാൻ കളം വാഴുമ്പോൾ ഒരു തൂഫാൻ വാരിയർ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അതേ പോലീസിന്റെ പിടിയിൽ മയക്കുമരുന്നുമായി പിടിയിലാകുന്നത് അത്ര എളുപ്പം തേച്ചു മാച്ചു കളയാവുന്ന ഒരു പാപക്കറയല്ല. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെയുള്ള വാർത്തകൾക്ക് ഔദ്യോഗിക വിലക്കേർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥായുഗം കേരളത്തിൽ വന്നെന്നാണ് മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് കുറിച്ചത്. മാധ്യമ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റിനെ നേരിട്ട് വിളിച്ച് ആ വാർത്ത കൊടുക്കരുത് ഈ വാർത്ത കൊടുക്കരുതെന്ന് പറഞ്ഞ് വിലക്കുക മാത്രമല്ല മെറ്റ വഴിയും വാർത്തയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നു. നുണകളുടെ പ്രചാരകർ സത്യം പറയുന്നതിന് ഏർപ്പെടുത്തുന്ന വിലക്ക് പൊട്ടിച്ചെറിയുക എന്നും വീണ ജോർജ് കുറിച്ചു. വാർത്തകൾക്ക് നേരെയാണോ മയക്കുമരുന്ന് കച്ചവടക്കാർക്ക് നേരെയാണോ ആഭ്യന്തരമന്ത്രിയുടെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് P ജയരാജൻ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ അടുത്ത അനുയായി അറസ്റ്റിലാകുന്നത് ജനങ്ങൾ അറിയണ്ടേ എന്ന് P ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചു. സാധാരണ നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ സംഘപരിവാറിനോ എതിരെ വരുന്ന വിമർശനങ്ങൾ നീക്കം ചെയ്യുന്ന അതേ രീതിയാണിപ്പോൾ VD സതീശനെതിരായ വാർത്തകളുടെ കാര്യത്തിലും മെറ്റ സ്വീകരിക്കുന്നത്. നീക്കം ചെയ്ത വാർത്തകൾ ഏതെല്ലാമെന്നും AA റഹീം വെളിപ്പെടുത്തുന്നുണ്ട്. RSS വക്താവ് TG മോഹൻദാസിനെ തൊടാൻ സർക്കാരിനോ ഭയമാണോ എന്ന ചോദ്യമുയർത്തുന്ന
കൈരളിയുടെ വാർത്താ കാർഡ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങൾ, പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച കോൺഗ്രസ് അനുഭാവിയായ വീട്ടമ്മയെക്കുറിച്ചുള്ള വാർത്ത, സമ്പന്നരോടുള്ള നരേന്ദ്രമോദിയുടെ താൽപര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ വിമർശനം, ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ റിപ്പോർട്ടർ TV പുറത്തുവിട്ട മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായ വാർത്ത എന്നിവയൊക്കെയാണ് നീക്കം ചെയ്തത്. IT ആക്ട് പ്രകാരമാണ് നടപടികൾ. നിയമവിരുദ്ധമായതോ പൊതുസമാധാനത്തിന് ഭംഗം വരുത്തുന്നതോ ആയ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാരുകൾക്കോ പോലീസിനോ നിർദ്ദേശിക്കാനാകും. ഈ അധികാരമാണ് ദുർവിനിയോഗം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അതേസമയം ലഹരി കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഹുസൈനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നതായി യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. അറസ്റ്റ് ചെയ്ത 9-ാം തീയതി അന്ന് തന്നെ നടപടിയെടുത്തിരുന്നതായി യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് പറയുന്നു. എന്നാൽ പ്രതികൾക്ക് യൂത്ത് കോൺഗ്രസുമായി ബന്ധമില്ലായിരുന്നു എന്നാണ് മന്ത്രി OJ ജനീഷിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആയിരുന്ന മുഹമ്മദ് ഹുസൈൻ പിടിയിലാകുന്നത്. ഇയാൾക്കൊപ്പം എറണാകുളം വെങ്ങോല സ്വദേശികളായ PA അബ്ദുൾ സലാം, PA അബ്ബാസ് എന്നിവരെ പിടികൂടിയിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ചന്ദേര പോലീസാണ് ഇവരെ പിടികൂടിയത്. മുഹമ്മദ് ഹുസൈൻ കോൺഗ്രസിന്റെ ലഹരി വിരുദ്ധ പ്രചാരണത്തിലും പങ്കെടുത്തിരുന്നു. മുൻപ് ഹുസൈന്റെയും സലാമിന്റെയും വീട്ടിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ സന്ദർശനം നടത്തിയിരുന്നു. ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട്. മന്ത്രിയാകുന്നതിന് മുൻപ് PK കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം അബ്ദുൾ സലാം നിയമസഭയിലും എത്തിയിട്ടുണ്ട്.